മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് മെയിൻലി നോക്കുന്നത്. അതായത് മൈക്രോബയോളജിയുടെ ബ്രാഞ്ചസിനെ കുറിച്ചിട്ടും അതിൻ്റെ ഹിസ്റ്ററിയുമാണ് ഈ ഒരു പാർട്ടിനണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് മൈക്രോബയോളജി? മൈക്രോബയോളജി ആ ടേമിൽ തന്നെയുണ്ട്. That means the study of microorganisms. മൈക്രോഓർഗാനിസംസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികളെ കുറിച്ചിട്ടുള്ള സ്റ്റഡി. സോ ദ മൈക്രോബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓഫ് മൈക്രോസ്കോപ്പിക് സൈസ്. അതായത് നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്ന ശാഖേനെയാണ് നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുന്നത്. So it is a study of living organism of microscopic size. മൈക്രോസ്കോപ്പിക് സൈസ് ഉള്ള ഓർഗാനിസംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു ബ്രാഞ്ചിൻ്റെ അണ്ടറിൽ സ്റ്റഡി ചെയ്യുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, പ്രോട്ടോസോവ, വൈറസ് ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ മൈക്രോബയോളജിയിൽ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ടീരിയ നമുക്ക് ഡയറക്റ്റ്ലി വ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിപ്പോൾ നമ്മളൊരു സ്പെസിമെൻ എടുത്തിട്ട് അണ്ടർ മൈക്രോസ്കോപ്പ് ആയിരിക്കും നമ്മൾ ബാക്ടീരിയനെ വിഷ്വലൈസ് ചെയ്യുന്നത്. സോ നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് കാണാൻ സാധിക്കാത്ത ഓർഗാനിസംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുന്നത്. This microorganism cannot be seen by naked eyes. They are only seen under the microorganism. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഡയറക്റ്റ്ലി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല. അണ്ടർ മൈക്രോസ്കോപ്പ് മാത്രമേ നമുക്കിതെന്ത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കൂ. The term microbiology was introduced by the French chemist Louis Pasteur. സോ ഈ മൈക്രോബയോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. who demonstrated that the fermentation was caused by the growth of bacteria and yeast. അപ്പം ഫെർമെൻറ്റേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ഫുഡ് ഐറ്റംസ് ആണ് വൈന്, ബിയർ, ബ്രെഡ്. ഇതൊക്കെ നമ്മൾ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് അതിലേക്ക് പോയി ആക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടായിരിക്കും. അതായത് മൈക്രോ ഓർഗാനിസം അവിടെ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് അല്ലെങ്കിൽ വൈനൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ബ്രെഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡഫിലേക്ക് ഈ ഓർഗാനിസംസ് മെയിൻലി നമ്മൾ ഈസ്റ്റിനെയാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സക്കാരോമൈസസ് സെർവീസി എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് നമ്മൾ ബ്രെഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഓർഗാനിസം അവിടെ ചെന്നിട്ട് ആ ഒരു ബ്രെഡിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡഫിനെ സോഫ്റ്റനൊക്കെ ആക്കിയിട്ടാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്നത്. സോ അങ്ങനെ ഈസ്റ്റ് ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഫെർമെൻറ്റേഷന് കാരണമാകുന്നു എന്ന ഒരു ഫൈൻഡിങ്സ് കൊണ്ടുവന്നിട്ടുള്ള ആളും കൂടിയാണ് ഈ ലൂയിസ് പാസ്റ്റർ. അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇറ്റ് ഈസ് കോയിൻഡ് ബൈ ഓർ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ്. Microorganisms are present everywhere on the earth including human beings, animals, plants, soil, water, food and atmosphere. So microorganisms are ubiquitous in nature. മൈക്രോ ഓർഗാനിസംസ് എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. അതിപ്പം ഹ്യൂമൻ ബീങ്സിനുണ്ട്. നമ്മുടെ കേസസിലാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചില ഓർഗാനിസംസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളവയുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിലൊക്കെ ഡൈജക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ പതോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. സോ ആനിമൽസിലും ഹ്യൂമൻസിലും പ്ലാന്റ്സിലും ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിലും എല്ലാം നമുക്ക് എന്താ ഈ ഒരു ഓർഗാനിസം മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം യുബിക്വിറ്റീഷ്യസ് ഇൻ നേച്ചർ എന്നും കൂടി പറയുന്നത്. മൈക്രോ ഓർഗാനിസംസ് മേ ബി ബെനിഫിഷ്യൽ ഓർ ഹാംഫുൾ ടു ഹ്യൂമൻ ബീങ്സ്. മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ ബീങ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. മൈക്രോബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് മൈക്രോസ്കോപ്പിക് organism derived its name from Greek word micros means small, bios means life and logos means science. So microbiology എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് 3 വേർഡ് കമ്പൈൻ ചെയ്തിട്ടാണ് മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു വേർഡ് വന്നിരിക്കുന്നത്. സോ അതിൽ തന്നെ ഫസ്റ്റ് വേർഡ് മൈക്രോ. മൈക്രോ മീൻസ് സ്മോൾ എന്നാണ് മീനിങ് വരുന്നത്.
Then bio means life എന്നാണ് വരുന്നത്. And logos means science എന്നാണ്. അങ്ങനെ 3 ഗ്രീക്ക് വേർഡ് കമ്പൈൻ ചെയ്തിട്ടാണ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ടേം വന്നിരിക്കുന്നത്. സോ മൈക്രോ സ്റ്റാൻഡ്സ് ഫോർ സ്മോൾ, ബയോ മീൻസ് ലൈഫ് ആൻഡ് ലോഗോസ് മീൻസ് സയൻസ്. സോ ഇത് കമ്പൈൻ ചെയ്ത് നമ്മൾ ഇതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ ദേ മീൻ ദാറ്റ് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്, സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ വെരി സ്മോൾ. അപ്പോൾ ടൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ കുറിച്ചിട്ട് ദാറ്റ് കനോട്ട് ബി വ്യൂഡ് ബൈ ദി നേക്കഡ് ഐസ്. അങ്ങനെയുള്ള ഓർഗാനിസംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുന്നത്. സോ മൈക്രോബയോളജി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. മൈക്രോബയോളജി മീൻസ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം. ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ലൂയിസ് പാസ്റ്റർ ആണ്, ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ്. ഇനി ഈ ഒരു ടേം വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള മൈക്രോസ് ദാറ്റ് മീൻസ് സ്മോൾ ആൻഡ് ബയോ മീൻസ് ലൈഫ് ആൻഡ് ലോഗോസ് മീൻസ് സയൻസ് ദാറ്റ് മീൻസ് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ദെൻ മൈക്രോ ഓർഗാനിസംസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ കേസസിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും ഹാർംഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസും പ്രസൻ്റ് ആണ്. ദെൻ മൈക്രോബയോളജിയുടെ ടൈപ്സ്, അതായത് മൈക്രോബയോളജിനെ തന്നെ നമ്മൾ വീണ്ടും മെയിനായിട്ട് 2 ബ്രാഞ്ചസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തിയറിറ്റിക്കൽ അല്ലെങ്കിൽ പ്യുവർ മൈക്രോബയോളജി എന്നും അപ്ലൈഡ് മൈക്രോബയോളജി, അങ്ങനെ 2 തരത്തിലാണ് നമ്മൾ മൈക്രോബയോളജിയെ പിന്നീട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ മൈക്രോബയോളജി ഈസ് ഓഫ് 2 ടൈപ്സ്, applied microbiology and pure or theoretical microbiology. അങ്ങനെ 2 ബ്രാഞ്ചസ് ആണ് നമ്മുടെ മൈക്രോബയോളജിക്ക് പറയുന്നത് മെയിനായിട്ടും. സോ തിയറിറ്റിക്കൽ മൈക്രോബയോളജിനെ തന്നെ നമ്മൾ പ്യുവർ മൈക്രോബയോളജി എന്ന് പറയുന്നുണ്ട്. തിയറിറ്റിക്കൽ മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്ന മറ്റ് ശാഖകൾ ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, ആ ടേമിൽ തന്നെയുണ്ട്. ഈ ലോജി എന്ന് പറയുമ്പോഴത്തേനും ഓർക്കണം സ്റ്റഡി ഓഫ്, അതാണ് ലോജിയുടെ മീനിങ് വരുന്നത്. സോ ബാക്ടീരിയോളജി മീൻസ് എ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. മൈക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് ഫംഗസ്. മൈക്കോ മീൻസ് ഫംഗസ് എന്നാണ് വരുന്നത്. സോ മൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഫംഗസ്. And the protozoology is the study of protozoa. Protozoology, that means protozoa കുറിച്ചിട്ടുള്ള സ്റ്റഡി. Then algology or phycology, that means study of algae. Then parasitology, it is a study of parasites. Then genetics, it's a study of heredity and variation. Hereditary characteristics ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീൻ, ഇപ്പം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അമ്മയുടെ ചില ക്യാരക്ടേഴ്സ് കുഞ്ഞിൽ കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ളതിനെ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സിൽ വരുന്നത്. Then immunology is a study of mechanism involved in the development of resistance by body to infectious disease. ഇമ്മ്യൂണോളജി മീൻസ് നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ചില റെസ്പോൺസസ്, ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് നടക്കും. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡസ്റ്റ് അടിക്കുന്ന കേസസിൽ നമ്മുടെ ഉള്ളിൽ ഡസ്റ്റ് എൻ്റർ ചെയ്യും, നമ്മുടെ നോസിൽ കൂടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ ലങ്സിലേക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ പുറത്തേക്ക് കളയാനായിട്ട് ചെയ്യുന്നൊരു മെക്കാനിസമാണ് സ്നീസിങ് എന്ന് പറയുന്നത്. നമ്മൾ തുമ്മാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷനാണ്. സോ അങ്ങനെയൊക്കെയുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് ഇമ്മ്യൂണോളജി. സോ മൈക്രോബയോളജിയിലെ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞത് പ്യുവർ മൈക്രോബയോളജി അഥവാ തിയറിറ്റിക്കൽ മൈക്രോബയോളജി ആയിരുന്നു. Pure microbiology or theoretical microbiology includes branches such as bacteriology is the study of bacteria, mycology is the study of fungus, algology is the study of algae, protozoology study of protozoa, parasitology study of parasites, virology ആണെങ്കിൽ study of virus എന്ന് നമുക്ക് പറയാം, ജെനറ്റിക്സ് സ്റ്റഡി ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇമ്മ്യൂണോളജി. ഇത്രയുമാണ് മെയിനായിട്ട് ഇതിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ്. ഇനി സെക്കൻഡ് ടൈപ്പ് നമ്മൾ പറയുന്നത് അപ്ലൈഡ് മൈക്രോബയോളജി ആണ്. അപ്ലൈഡ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ഫീൽഡാണ് അപ്ലൈഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്.
And the applied microbiology include branches such as medical microbiology, pharmaceutical microbiology, industrial microbiology, food microbiology, soil microbiology, agricultural microbiology, then aquatic microbiology, air microbiology and epidemiology. So ഇതാണ് മെയിനായിട്ട് അപ്ലൈഡ് മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്നത്. ഇത് കൂടാണ്ട് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് വീണ്ടും വരുന്നുണ്ട്. മെയിൻലി നമ്മൾ കുറച്ച് നോക്കുന്നത് ഇത്രയാണ്. മെഡിക്കലുണ്ട്, ഫാർമസ്യൂട്ടിക്കലുണ്ട്, ഇൻഡസ്ട്രിയലുണ്ട്, ഫുഡുണ്ട്, സോയിലുണ്ട്, അഗ്രികൾച്ചറുണ്ട്, അക്വാറ്റിക്, എയർ, എപ്പിഡമോളജി. സോ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് മെഡിക്കൽ മൈക്രോബയോളജി ആണ്. It deals with the study of causative agent of infectious disease in human beings. സോ നമുക്കൊരു രോഗം വരികയാണെങ്കിൽ അത് ഏത് രോഗാണു മൂലമാണ് എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ട്യൂബർക്കുലോസിസ് വന്നു, ക്ഷയം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഓർഗാനിസം മൂലമാണ് വന്നത് എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ് മെഡിക്കൽ മൈക്രോബയോളജി. Medical microbiology has close link with other disciplines such as pathology, clinical medicines, pharmacology and therapeutics. സോ ഇത് മറ്റ് ശാഖകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ തന്നെ മറ്റ് ബ്രാഞ്ചസ് ആയിട്ടുള്ള പതോളജി മീൻസ് ഡിസീസസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് പതോളജിയിൽ വരുന്നത്. ക്ലിനിക്കൽ മെഡിസിൻസ്, അതേപോലെ ഫാർമക്കോളജി, തെറാപ്യൂട്ടിക്സ്, ഇതൊക്കെ മെഡിസിൻ്റെ മറ്റ് ബ്രാഞ്ചസ് ആണ്. സോ ഇതൊക്കെ ആയിട്ട് ഇതെന്താ ഇൻ്റർ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെഡിക്കൽ മൈക്രോബയോളജി നിൽക്കുന്നത്. സോ മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മെയിൻലി ഒരു ഡിസീസ് വരികയാണെങ്കിൽ, ഒരു രോഗാവസ്ഥ വരികയാണെങ്കിൽ അതിന് കാരണമായ രോഗാണു ഏതാണ് എന്നതിനെക്കുറിച്ച് പഠിക്കുക, അതാണ് മെഡിക്കൽ മൈക്രോബയോളജി. ആൻഡ് സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ആണ്. ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി അതായത് നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് വാക്സിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് വാക്സിൻ നമ്മൾ പറയുന്നത് പെൻസിലിൻ ആണ്. ഈ പെൻസിലിൻ എന്ന് പറയുന്നത് പെൻസീലിയം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ് നമ്മൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെയുള്ള വാക്സിൻസിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ കുറിച്ച്, മൈക്രോ ഓർഗാനിസംസിൽ നിന്നുള്ള വാക്സിൻസിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ശാഖയാണ് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. സോ ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ഡീൽസ് വിത്ത് ദ study of microorganisms which are responsible for production of antibiotic, enzymes, vaccines, vitamins and other pharmaceutical substance. Antibiotics in example ആയിരുന്നു പെൻസിലിന്. The first antibiotics ആണ് പെൻസിലിന്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. സോ ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് ഇതൊക്കെ നമുക്ക് മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ, microbiological testing of the pharmaceuticals, sterile product preparation and diagnosis of disease and treatment. അപ്പം ഈ ഒരു വാക്സിൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷൻ മാത്രമല്ല ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വരുന്നത്. അതുകൂടാണ്ട് സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് നമ്മൾ വാക്സിൻസ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന്. ഇതിന് മുമ്പ് മെഡിക്കൽ മൈക്രോബയോളജി എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചിട്ടാണ് മെഡിക്കൽ മൈക്രോബയോളജിയിൽ പഠിക്കുന്നതിന്. അപ്പം ഒരു രോഗാവസ്ഥയ്ക്ക് കാരണം മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ എന്തുകൊണ്ട് വാക്സിൻ പ്രിപ്പറേഷനിൽ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മൈൻഡിൽ വരാം. സോ ഇതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ കേസസിൽ അതിൻ്റെ ടോക്സിജെനിസിറ്റി, അതിൻ്റെ ഡിസീസസ് അഥവാ രോഗം ഉണ്ടാക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വാക്സിൻസും അതുപോലെ ആൻറ്റിബയോട്ടിക്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടും മൈക്രോബയോളജിക്കൽ ടെസ്റ്റിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ അണ്ടറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. അപ്പോൾ അപ്ലൈഡ് മൈക്രോബയോളജിയിൽ നമ്മൾ മൂന്നാമത് നോക്കാൻ പോകുന്നതാണ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി.
It is the study of industrially useful microorganisms in the production of alcoholic beverages, vitamins, amino acids, enzymes, antibiotics and other drugs. So, industrially useful microorganisms. ചില മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വൈന്, ബിയർ ഇതുപോലത്തെയൊക്കെ ബിവറേജസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ വരുന്നത്. സോ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ ഈ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് നമ്മൾ ഫെർമെൻറ്റേഷൻ ടെക്നോളജി വഴിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. It also includes fermentation technique for the production of different compounds. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഫീൽഡിലേക്ക് വരുമ്പം ഈ കോമ്പൗണ്ട്സ് മെജോറിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ ടെക്നിക്സ് വഴിയാണ്. അതായത് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കഹോളിക് ബിവറേജസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. Then next branch is food microbiology. It also deals with the interaction of microorganisms and food in relation to food processing, food spoilaging, foodborne diseases, their prevention, and include preparation and preservation of food products. ഇനി ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഫുഡ് മൈക്രോബയോളജി ഡീൽസ് വിത്ത് ഇൻട്രാക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഫുഡ് ഇൻ റിലേഷൻ ടു ഫുഡ് പ്രോസസ്സിംഗ്, ഫുഡ് സ്പോയിലേജിങ്, ഫുഡ് ബോൺ ഡിസീസസ്. അതായത് മൈക്രോ ഓർഗാനിസംസിന് ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിലുള്ള റോളിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തുള്ള അതിൻ്റെ റോളിനെ കുറിച്ച്, പിന്നെ ഒരു ഫുഡ് ബോൺ ഇൽനെസ്, അതായത് ചില ഫുഡ് കഴിക്കുന്ന വഴി നമുക്ക് ഡിസീസസ് ഒക്കെ വരാറുണ്ട്. സോ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട്, പിന്നെ ഫുഡിൽ സ്പോയിലേജ് കോസ് ചെയ്യുന്നുണ്ട് ഈ ഓർഗാനിസംസ്, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നൊരു ഫീൽഡാണ് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. And also include prevention and include preparation and preservation of food products. അപ്പോൾ ഫുഡ് മൈക്രോബയോളജിയിൽ മെയിനായിട്ടും വരുന്നത് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രിസർവ് ചെയ്യുന്നത്, അതുപോലെ ഈ മൈക്രോ ഓർഗാനിസംസ് തന്നെ ഫുഡിൽ സ്പോയിലേജ് കോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സ്പോയിൽഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് ഫുഡ് ബോൺ ആയിട്ടുള്ള ഇൽനെസ് വരുന്നുണ്ട്. സോ ഇതിനെയൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് ഫുഡ് മൈക്രോബയോളജി എന്ന് വെച്ചാൽ. Then next വരുന്നത് agricultural microbiology. Agricultural microbiology is the study of relationship of microorganisms and crop with on emphasis on control of plant disease and improvement of yield. അതായത് ഒരു ക്രോപ്പിൻ്റെ, ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡ്, ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചില പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചില ക്രോപ്പിൻ്റെയൊക്കെ ഈൽഡ്, വിളവ് കൂട്ടാൻ സാധിക്കും. സോ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ഡിസീസസ്, ഈ പൊട്ടറ്റോ ബ്ലൈറ്റ് പോലത്തെയൊക്കെ പ്ലാന്റ് ഡിസീസ് കോസ് ചെയ്യുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് ആണ്. സോ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതൊക്കെയാണ് മെയിനായിട്ടും അഗ്രികൾച്ചറൽ മൈക്രോബയോളജിയിൽ വരുന്നത്. സോ അഗ്രികൾച്ചർ മൈക്രോബയോളജിയിൽ മെയിനായിട്ട് വരുന്ന പ്ലാന്റ് ഡിസീസിൻ്റെയൊക്കെ കൺട്രോളിനെ കുറിച്ചിട്ടും അതുപോലെ ഈ ക്രോപ്പിൻ്റെയൊക്കെ ഈൽഡ് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ഫീൽഡിന് അണ്ടറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അക്വാറ്റിക് മൈക്രോബയോളജി. Aquatic microbiology is the study of microorganisms and their activity in fresh and marine water, including lakes, river, bays, estuaries and seas. It also includes water purification, microbiological examination and biological degradation of waste. So aquatic microbiology എന്ന് പറയുമ്പോൾ it's a study of microorganisms and their activity in fresh water and marine water. ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറും ഒക്കെയുള്ള ഈ ഓർഗാനിസംസിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് അക്വാറ്റിക് മൈക്രോബയോളജി വരുന്നത്. അതുകൂടാതെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ, ദെൻ വേസ്റ്റിൻ്റെയൊക്കെ ഡീഗ്രഡേഷന്, ഇതെല്ലാം അക്വാറ്റിക് മൈക്രോബയോളജി, അല്ലെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചസിൻ്റെ അണ്ടറിലും ഈ ഒരു പ്രോസസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Then next one is air microbiology. എന്താണ് air microbiology? It deals with the role of aerospora in contamination and spoilage of
food. It also deal with the spreading of plant and animal disease through air. അപ്പോൾ എയർ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ എയറിൽ കൂടിയുള്ള ഓർഗാനിസംസ്, അതായത് ചില ഓർഗാനിസംസ് എയറിൽ സർവൈവ് ചെയ്തിട്ട് ഹ്യൂമൻസിലൊക്കെ ഡിസീസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡിലൊക്കെ സ്പോയിലേജ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്ത ബ്രാഞ്ചാണ് എയർ മൈക്രോബയോളജി എന്ന് പറയുന്നത്. Then next one is epidemiology. It's concerned with the monitoring, control and spread of diseases in communities. Epidemiology means പകർച്ചവ്യാധിയെ കുറിച്ചിട്ടുള്ള ഒരു പഠനശാഖയെന്ന് നമുക്ക് പറയാൻ പറ്റും. മെയിനായിട്ട് ഒരു ഡിസീസിൻ്റെ സ്പ്രെഡിനെ കുറിച്ചും അതിൻ്റെ കൺട്രോളിങ്ങിനെ കുറിച്ചൊക്കെയാണ് എപ്പിഡെമോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിൻ അണ്ടറിൽ വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് മൈക്രോബയോളജിയുടെ ടൈപ്സിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. സോ മൈക്രോബയോളജിയുടെ ടൈപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് എന്താണ് മൈക്രോബയോളജി എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ കെമിസ്റ്റ് ലൂയിസ് പാസ്റ്റർ. ദെൻ ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ മൈക്രോബയോളജീനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. പ്യുവർ മൈക്രോബയോളജി അല്ലെങ്കിൽ നമ്മൾ തിയറിറ്റിക്കൽ മൈക്രോബയോളജി എന്നും പറഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഈസ് അപ്ലൈഡ് മൈക്രോബയോളജി. അപ്ലൈഡ് മൈക്രോബയോളജി, എം ബി മീൻസ് മൈക്രോബയോളജി ഷോർട്ടായിട്ടേക്കാണ്. സോ പ്യുവർ മൈക്രോബയോളജിയുടെ അണ്ടറിൽ തന്നെ നമുക്ക് എന്തൊക്കെ വന്നു? ബാക്ടീരിയോളജി, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ദെൻ മൈക്കോളജി, study of fungus. Then protozoology, study of protozoa. Then parasitology is a study of parasite. Then algology is the study of alga. Then genetics is the study of hereditary characteristics. Then immunology is the study of immune responses that take place in our body. So ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പ്യുവർ മൈക്രോബയോളജി അഥവാ തിയറിറ്റിക്കൽ മൈക്രോബയോളജിയുടെ അണ്ടറിൽ പഠിച്ചത്. Then next one applied microbiology ആണ്. അപ്ലൈഡ് മൈക്രോബയോളജിയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മെഡിക്കൽ മൈക്രോബയോളജി ആണ്. മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഒരു ഡിസീസിന് കാരണമായിട്ടുള്ള ഓർഗാനിസംസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് മെയിൻലി മെഡിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി. ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വാക്സിൻസും അതേപോലെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി മീൻസ് ഈ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. ദെൻ ഫുഡ് മൈക്രോബയോളജി മീൻസ് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മൈക്രോ ഓർഗാനിസംസിന് ഫുഡ് സ്പോയിലേജിലുള്ള റോള്, ദെൻ ഫുഡ് ബോൺ ഇൽനെസ്സിലുള്ള റോള്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഫുഡ് മൈക്രോബയോളജിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ എപ്പിഡമോളജി പറഞ്ഞു. എപ്പിഡമോളജി മീൻസ് ഒരു ഡിസീസിൻ്റെ സ്പ്രെഡിനെ കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ കൺട്രോളിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള സ്റ്റഡിയാണ് എപ്പിഡമോളജി. ദെൻ എയറോ മൈക്രോബയോളജി ഉണ്ടായിരുന്നു. എയർ മൈക്രോബയോളജി. എയർ മൈക്രോബയോളജി മീൻസ് എയറിലുള്ള ചില ഓർഗാനിസംസ് ഫുഡ് ഐറ്റംസിനൊക്കെ സ്പോയിലേജിനും കണ്ടാമിനേഷനും ഒക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻസിലൊക്കെ ഡിസീസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് എയർ മൈക്രോബയോളജി. ദെൻ അക്വാട്ടിക് മൈക്രോബയോളജി ഉണ്ടായിരുന്നു. അക്വാട്ടിക് മൈക്രോബയോളജി മീൻസ് ഫ്രഷ് ആൻഡ് മറൈൻ വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഫ്രഷ് ആൻഡ് മറൈൻ വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ റോളിനെ കുറിച്ചിട്ടൊക്കെയുള്ള സ്റ്റഡിയാണ് അക്വാട്ടിക് മൈക്രോബയോളജി. സോ ഇത്രയാണ് നമ്മൾ മൈക്രോബയോളജിയുടെ ബ്രാഞ്ചസും പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ സ്കോപ്പാണ് നോക്കുന്നത്. സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോബയോളജി. പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്. എക്സാമ്പിൾ പെൻസിലിൻ ഫ്രം പെൻസിലിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിപ്പോൾ ആപ്ലിക്കേഷൻ വരുന്ന ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജിയിലായിട്ടാണ്. അതായത് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഈസ് പെൻസിലിൻ ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ദെൻ
production of enzyme, vaccine, biosurfactant, alcoholic and other pharmaceutical products. അപ്പം എൻസൈംസും വാക്സിൻസും ബയോസർഫക്റ്റൻസും ആൽക്കഹോളിക് ആയിട്ടുള്ള ബിവറേജസ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡിസീസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി, ഒരു ഡിസീസ് ഏത് ഓർഗാനിസം മൂലമാണ് വന്നിരിക്കുന്നത് അതിനെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എലൈസയും വൈഡാൽ ടെസ്റ്റും. വൈഡാൽ ടെസ്റ്റ് നമ്മൾ സാൽമോണല്ല മെയിൻലി ടൈഫോയിഡിൻ്റെ പോസിറ്റീവ് ഏജൻ്റ് ആണ് സാൽമോണല്ല എന്ന് പറഞ്ഞാൽ. സോ ടൈഫോയിഡിൻ്റെയൊക്കെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. എലൈസ സ്റ്റാൻഡ് ഫോർ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെയൊക്കെ ബയോളജിക്കൽ ഡീഗ്രഡേഷനായിട്ട് നമുക്ക് ഈ ഒരു ഓർഗാനിസംസിനെ യൂസ് ചെയ്യാം. Identification of microorganisms. Example, morphological, cultural and microscopic study. അതായത് മൈക്രോ ഓർഗാനിസംസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആൻഡ് റോ മെറ്റീരിയൽസ്. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടും മൈക്രോ ബയോളജിയുടെ സ്കോപ്പ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിനെ മെയിൻലി നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും. എന്താണ് പ്രോക്യാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട്? പ്രോക്യാരിയോട്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ബാക്ടീരിയ. യൂക്യാരിയോട്ടിന് എക്സാമ്പിൾ ആണ് ഫംഗസ്. മറ്റ് ഓർഗാനിസംസ് ഒക്കെ യൂക്യാരിയോട്ടാണ്. പ്രോക്യാരിയോട്ട് മീൻസ് സിംഗിൾ സെൽഡ് അഥവാ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ് പ്രോക്യാരിയോട്ട്. യൂക്യാരിയോട്ടിക് മീൻസ് ഒന്നിൽ കൂടുതൽ സെല്ല്, രണ്ടിൽ കൂടുതലോ ഉള്ള സെൽസ് ഉള്ള ഓർഗാനിസംസ് ആണ് യൂക്യാരിയോട്ട് എന്ന് പറയുന്നത്. സോ പ്രോക്യാരിയോട്ട് വേഴ്സസ് യൂക്യാരിയോട്ടിക് സെൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോക്യാരിയോട്ടിക് എന്ന് പറയുമ്പോൾ ഓൺലി ഫൗണ്ട് ഇൻ വൺ സെൽഡ് ഓർഗാനിസം. പ്രോക്യാരിയോട്ടിക് ആർ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം. യൂക്യാരിയോട്ട്സ് എന്ന് പറയുമ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. സെൽസ് വിത്തൗട്ട് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഇനി പ്രോക്യാരിയോട്ടിൻ്റെ കേസസിൽ എന്താണ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ്. ഇപ്പം ലൈസോസോമ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതുപോലത്തെയൊക്കെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രോക്യാരിയോട്ടിക്കിൽ ആബ്സെൻ്റ് ആണ്. പിന്നെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഇതും പ്രോക്യാരിയോട്ടിക്കിൽ ആബ്സെൻ്റ് ആണ്. അപ്പം ന്യൂക്ലിയസിന് പകരം ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് പ്രോക്യാരിയോട്ടിൽ കാണപ്പെടുന്നത്. ഇനി യൂക്യാരിയോട്ടിലോട്ട് വരുമ്പം കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണുള്ളത്. ഇവിടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ് ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ സെല്ലിൽ കാണപ്പെടുന്ന ഓർഗനൽസിന് എക്സാമ്പിളാണ്. മൈറ്റോകോൺട്രിയ അറിയാമല്ലോ, എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഓർഗനൽസ് പ്രസൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ യൂക്യാരിയോട്ടിലാണ്. യൂക്യാരിയോട്ട് മൾട്ടി സെല്ലുലാർ ആണ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. എക്സാമ്പിൾ വരുന്നത് പ്രോട്ടിസ്റ്റ്, ഫംഗി, പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെയാണ് നമ്മുടെ യൂക്യാരിയോട്ടിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ മൈക്രോ ഓർഗാനിസംസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്രോക്യാരിയോട്ടിക് ആർ ദ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം വേറാസ് ദ യൂക്യാരിയോട്ടിക് ആർ ദ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയുടെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് നോക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ അണ്ടർ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. The discovery of microbiology as a discipline could be traced along the following historical eras. So microbiology എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ് മെയിൻലി നമ്മൾ പറയും ഈ ഒരു 4 പീരീഡ്സിലായിട്ടായിരിക്കും. ഫസ്റ്റ് വരുന്നത് ഡിസ്കവറി എറ. ഡിസ്കവറി എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ മെയിൻലി ആൻ്റണി വാൻ ല്യൂവിൻഹൂക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ വർക്കായിരുന്നു നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡാണ് ട്രാൻസിഷൻ പീരീഡ്. ദെൻ തേർഡ് സ്റ്റേജ് ഗോൾഡൻ ഏജ്. ഈ ഗോൾഡൻ ഏജിലാണ് കൂടുതൽ ഡിസ്കവറീസ് റിലേറ്റഡ് ടു മൈക്രോബയോളജി നടന്നിട്ടുള്ളത്. ദെൻ
ഫോർത്ത് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 20th സെഞ്ച്വറിയിലാണ്. അതും ഇറ്റ്സ് എറ ഓഫ് മോളിക്കുലാർ മൈക്രോബയോളജി. അപ്പം ഈ മൈക്രോബയോളജിയിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് മോളിക്കുലാർ മൈക്രോബയോളജി അല്ലെങ്കിൽ മോളിക്കുലാർ ബയോളജി എമേർജ് ചെയ്തിട്ടുള്ള 20th സെഞ്ച്വറിയിലാണ്. സോ ഇങ്ങനെ 4 പീരീഡ്സിലായിട്ടാണ് നമ്മൾ ഈ മൈക്രോബയോളജിയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഡിസ്കവറി ഏറ. എന്താണ് ഡിസ്കവറി ഏറ? സോ ഇവിടെ മെയിനായിട്ട് കോൺട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത് ആൻ്റണി വാൻ ലൂവൻഹോക്കിനെയാണ്. സോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം, അതിനുശേഷം നമുക്ക് നോക്കാം. ഈ നോട്ട്സ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട. സോ ആൻ്റണി വാൻ ലൂവൻഹോക്ക്, പേര് മറക്കരുത്. ആൻ്റണി വാൻ ലൂവൻഹോക്ക് എന്ന് പറയുന്നത് ഹോളണ്ടിലെ ഒരു മെർച്ചൻ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാൽ ഈ ലെൻസസിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പോണ്ട് വാട്ടറിനെയൊക്കെ വിഷ്വലൈസ് ചെയ്തു. പോണ്ട് വാട്ടറും അതുപോലെ തന്നെ ഈ ടീത്തിൻ്റെയൊക്കെ ഗംസ് സ്ക്രേപ്പിങ്സ് ഒക്കെ എടുത്തിട്ട് ഈ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു. അങ്ങനെ വിഷ്വലൈസ് ചെയ്തപ്പം അതിൽ ടൈനി ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഇദ്ദേഹം കണ്ടു. ആൻഡ് ആ ഓർഗാനിസംസിന് ഇദ്ദേഹം ഒരു പേരിട്ടു, എന്താ, അനിമാലിക്യൂൾസ്. എന്താണ്? അനിമാലിക്യൂൾസ് എന്നൊരു നെയിം ഇട്ടു. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആൻ്റണി വാൻ ലൂവൻഹോക്കിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ആൻഡ് ഈ അനിമാലിക്യൂൾസിനെയാണ് ഇന്ന് നമ്മൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്ന നെയിംസിലൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്കിത് നോക്കാം. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഇൻവെൻറ്റഡ് ദി മൈക്രോസ്കോപ്പ് ആൻഡ് ഡിസ്കവേർഡ് ദി മൈക്രോബിയൽ വേൾഡ്. അപ്പോൾ മൈക്രോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആൻ്റണി വാൻ ലൂവൻഹോക്ക്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് വേൾഡ്, ബാക്ടീരിയ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തതും ആരാണ്? ആൻ്റണി വാൻ ലൂവൻഹോക്ക് ആണ്. So he was the first person who invented the microscope and discovered the microbial world. He was a draper or merchant from Delft, Holland. He used it to grind lenses and made microscope as a hobby. The microscope of Leeuwenhoek could magnify object about 200 to 300 times. അപ്പം ആൻ്റണി വാൻ ലൂവൻഹോക്ക് എന്ന് പറയുന്ന ഹോളണ്ടിലെ ഒരു മെർച്ചൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറയുന്ന ലെൻസൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുക എന്നതാണ്. ലൂവൻഹോക്കിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ വരുന്നത് ഒരു 200 to 300 ടൈംസ് ആണ്. മാഗ്നിഫിക്കേഷൻ മീൻസ് ഒരു ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത് കാണാനുള്ള ലെൻസിൻ്റെ എബിലിറ്റിയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ലൂവൻഹോക്കിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ വരുന്നത് 200 to 300 ടൈംസ് ആയിരുന്നു. വിത്ത് ഹിസ് മൈക്രോസ്കോപ്പ് ലൂവൻഹോക്ക് ഒബ്സർവ് a variety of things like rain water, pond water, scrapings from his own teeth. അപ്പോൾ ഈ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ലൂവൻഹോക്ക് എന്തൊക്കെ നോക്കി? റെയിൻ വാട്ടർ, പോണ്ട് വാട്ടർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മൗത്തിൽ നിന്നുള്ള സ്ക്രേപ്പിങ്സും ഒക്കെ എടുത്ത് ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വിഷ്വലൈസ് ചെയ്തു. He saw minute moving objects, called them little animalcules. ഈ ഒരു ടേം മറക്കരുത്. അനിമാലിക്യൂൾസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആൻ്റണി വാൻ ലൂവൻഹോക്ക് ആണ്. Which we now known them as protozoa, yeast and bacteria. He made accurate sketches and communicated his findings to Royal Society of London. Thus Leeuwenhoek was the first person to discover the microscope and the presence of bacteria and spirochetes in the mouth. So ആൻ്റണി വാൻ ലൂവൻഹോക്കിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഡിസ്കവറി ഏരിയയിൽ വന്നിട്ടുള്ളത്. ആൻ്റണി വാൻ ലൂവൻഹോക്കിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോളണ്ടിലെ ഒരു മെർച്ചൻ്റ് ആയിരുന്നു. മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ ലെൻസിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുക എന്നതായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ വരുന്നത് ഒരു 200 to 300 ടൈംസ് ആണ്. അപ്പോൾ ഒരിക്കലും ഈ ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പോണ്ട് വാട്ടറും റെയിൻ വാട്ടറും പിന്നെ മൗത്ത്, അതായത് ടീത്ത് സ്ക്രേപ്പിങ്സും ഒക്കെ വിഷ്വലൈസ് ചെയ്തു. സോ അതിനകത്ത് മൂവിങ് പാർട്ടിക്കിൾസിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അതിനെ അനിമാലിക്യൂൾസ് എന്ന് വിളിക്കുകയും ഉണ്ടായി. ഈ അനിമാലിക്യൂൾസ് ആണ് ഇന്നത്തെ ബാക്ടീരിയ, പ്രോട്ടോസോവയൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. എന്നിട്ട് ഈ ഒരു ഫൈൻഡിങ്സ് റോയൽ സൊസൈറ്റിയിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് മെയിനായിട്ടും ഡിസ്കവറി ഏരിയയിലുള്ള കോൺട്രിബ്യൂഷൻ. സോ ആൻ്റണി വാൻ ലൂവൻഹോക്ക് ആണ് മൈക്രോസ്കോപ്പും അതുപോലെ ബാക്ടീരിയയും കണ്ടുപിടിച്ചിട്ടുള്ള ആൾ. അപ്പോൾ ബാക്ടീരിയയുടെ പ്രസൻസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ്റണി വാൻ ലൂവൻഹോക്ക്. ദെൻ നെക്സ്റ്റ് വരുന്നത്
ട്രാൻസിഷൻ പീരീഡ് ആണ്. എന്താണ്? ട്രാൻസിഷൻ പീരീഡ്. സോ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുമ്പോഴത്തേന് മെയിൻലി ഇവിടെ വരുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പീരീഡിൽ മേജർ ഓഫ് ദി ഡിസ്കവറീസ് നടന്നിട്ടുള്ളത്. അതായത് അരിസ്റ്റോട്ടിൽ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. സോ ആ തിയറി ഡിസപ്രൂവ് ചെയ്യുകയായിരുന്നു കൂടുതലും ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നടന്നിട്ടുള്ളത്. ആകെ ഈ ഒരു അരിസ്റ്റോട്ടിലിൻ്റെ ഈ ഒരു തിയറിയെ അപ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒറ്റ ഒരാളാണ്, ജോൺ നീഡം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ബാക്കി ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമ്മൾ പഠിക്കുന്ന ബാക്കിയൊക്കെ സയൻറ്റിസ്റ്റുമാരും ഈ അരിസ്റ്റോട്ടിലിൻ്റെ ഈ ഒരു തിയറിയെ ഡിസപ്രൂവ് ചെയ്തവരായിരുന്നു. സോ ട്രാൻസിഷൻ പീരീഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രാൻസിസ്കോ റെഡിനെ കുറിച്ചിട്ടാണ്. സോ ഫ്രാൻസിസ്കോ റെഡിയുടെ കോൺട്രിബ്യൂഷൻ പഠിക്കുന്നതിന് മുൻപായിട്ട് അരിസ്റ്റോട്ടിലിൻ്റെ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. Theory of spontaneous generation was introduced by Aristotle. So, ഈ തിയറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ലിവിങ് ഓർഗാനിസംസ് ആർ ഡെവലപ്ഡ് ഫ്രം നോൺ ലിവിങ് തിങ്സ്. അതായത് നോൺ ലിവിങ് തിങ്സ് ലൈക്ക് സോയിൽ, വാട്ടർ, എയർ ഇതിൽ നിന്നൊക്കെയാണ് ഈ ലീവിങ് ക്രിയേച്ചേഴ്സ് അല്ലെങ്കിൽ ലീവിങ് തിങ്സ് ഡെവലപ്പ് ചെയ്ത് എന്നായിരുന്നു മെയിനായിട്ടും ഈ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അതായത് ലീവിങ് ഓർഗാനിസംസ് are developed from non-living things. So non-living thingsൽ നിന്നാണ് ലിവിങ് ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്തത്. ഇതായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ സ്പോണ്ടേനിയസ് ജനറേഷനിൽ പറഞ്ഞിരുന്നത്. സോ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം ഫ്രാൻസിസ്കോ റെഡ്ഡിയുടെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു. So Francisco Redi, the ancient belief in spontaneous generation was first of all challenged by Reddy. അപ്പോൾ സ്പോണ്ടേനിയസ് ജനറേഷൻ തെറ്റാണ് എന്ന് ആദ്യമായിട്ട് വാദിച്ചത് ഈ റെഡ്ഡിയാണ്. അപ്പോൾ റെഡ്ഡി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫ്ലാസ്ക് എടുത്തു. ആ ഫ്ലാസ്കിലായിട്ട് അദ്ദേഹം മട്ടൺ വെച്ചു. മട്ടൺ ബ്രോത്ത് വെച്ചിട്ട് ഒരു ഫ്ലാസ്കിനെ ഈ ഗോസ് ക്ലോത്ത് വെച്ചിട്ട് ലൂസായിട്ട് കവർ ചെയ്തു. ഒരു ഫ്ലാസ്കിനെ ഒരു പേപ്പർ വെച്ചിട്ട് ടൈറ്റ്ലി ക്ലോസ് ചെയ്തു. ആൻഡ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇൻക്യുബേഷൻ വെച്ചു. അപ്പം ആഫ്റ്റർ സം ടൈം നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചതിനുള്ളിൽ മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്തു. മാഗോട്ട്സ് എന്ന് പറയുന്ന ഓർഗാനിസം, ചില ലീവിങ് ആയിട്ടുള്ള തിങ്സ് അവിടെ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ലൂസായിട്ട് കവർ ചെയ്തിരുന്ന ജാറുണ്ടല്ലോ, അതിലും ഈ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത ജാറിൽ മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്തില്ല. അപ്പോൾ ഫ്രാൻസിസ്കോ റെഡ്ഡി ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നൊരു കൺക്ലൂഷനിലെത്തി. അതായത് തുറന്നു വെച്ചിരിക്കുന്നതിനകത്ത് എയറിൻ്റെ പ്രസൻസ് മൂലമാണ്. അപ്പോൾ എയറിൻ്റെ പ്രസൻസ് മൂലമാണ് അവിടെ ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ സ്പോണ്ടേനിയസ് ജനറേഷൻ പ്രകാരമാണെങ്കിൽ മീറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് തിങ് ആണല്ലോ, ഈ മീറ്റിൽ നിന്ന് മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഫ്രാൻസിസ്കോ റെഡ്ഡി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ തുറന്ന് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, ഈ സ്മെല്ല് അട്രാക്റ്റ് ചെയ്ത് ഫ്ലൈസ് അതിൽ വന്നിരിക്കും, കൊതുകൊക്കെ അതിൽ വന്നിരുന്ന് മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞതിനെയാണ് നമ്മൾ മാഗോട്ട്സ് എന്ന് പറയുന്നത്. സോ ഇതൊരിക്കലും നോൺ ലിവിങ് തിങ്സിൽ നിന്നല്ല മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്തത്. നോൺ ലിവിങ് തിങ്സിൽ നിന്നാണ് മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്തിരുന്നതെങ്കിൽ 3 ഫ്ലാസ്കിലും ഡെവലപ്പ് ചെയ്യേണ്ടേ? ക്ലോസ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരുന്നതിൽ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരുന്ന ഫ്ലാസ്കിൽ മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്തില്ല. കാരണം അവിടെ എയറിൻ്റെ എൻട്രി വരുന്നില്ല. അപ്പോൾ എയറിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈസ് അതിനുള്ളിലേക്ക് എൻട്രി ചെയ്താൽ മാത്രമല്ലേ ഇവിടെ മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്യൂ എന്നൊരു കൺക്ലൂഷനിലായിരുന്നു നമ്മുടെ ഈ ഫ്രാൻസിസ്കോ റെഡ്ഡി എത്തിയത്. സോ നമുക്ക് എന്താണ് ഫ്രാൻസിസ്കോ റെഡ്ഡിയുടെ എക്സ്പെരിമെൻ്റ് എന്ന് നോക്കാം.
The ancient belief in the spontaneous generation was first of all challenged by Reddy, an Italian physician who carried out a series of experiments on decaying meat and its ability to produce maggots spontaneously. അപ്പം ഫ്രാൻസിസ്കോ റെഡി ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനായിരുന്നു. അദ്ദേഹം ഒരു സീരീസ് ഓഫ് കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയതിന് ശേഷം അരിസ്റ്റോട്ടിലിൻ്റെ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസപ്രൂവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. സോ അദ്ദേഹം മെയിനായിട്ട് ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ഡീക്കേ ആയിട്ടുള്ള മീറ്റാണ് എടുത്തത്. He conducted a simple experiment in which he placed meat in 3 jars. അപ്പം 3 ജാറിലായിട്ട് മീറ്റ് വെച്ചു. One jar was covered with fine gauze വെച്ചിട്ട് ഒരു ജാർ കവർ ചെയ്തു. Second was covered with paper and third was left uncovered. Second എന്ന് പറയുന്നത് closely അല്ലെങ്കിൽ tightly covered with paper and third എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് വെച്ചു. Flies entered the jar that was open to the air. എയറിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഫ്ലൈസ് എൻ്റർ ചെയ്യുന്നു. Left uncovered and landed on the meat where they laid egg and later developed into maggots. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഫ്ലൈസ് എൻ്റർ ചെയ്തിട്ട് അതവിടെ എഗ്ഗ് ലേ ഔട്ട് ചെയ്തിട്ട് മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. However, flies were attracted to the gauze covered jar and laid their egg on the gauze, and maggots subsequently developed without access to the meat, indicating that maggots were the offsprings of the flies, did not arise from some vital source in the meat as previously believed. അപ്പം സ്പോണ്ടേനിയസ് ജനറേഷൻ, അരിസ്റ്റോട്ടലിൻ്റെ സ്പോണ്ടേനിയസ് ജനറേഷൻ പ്രകാരമാണെങ്കിൽ മീറ്റിൽ നിന്ന് എന്തായാലും മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു. ഇപ്പം ഞാനൊരു ഫിഗർ വെച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻ്റ് പറയാം. 3 ജാർ എടുത്തു. ഈ 3 ജാറിൽ മീറ്റിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മീറ്റിൻ്റെ പീസാണ്. ഈ ജാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൂസ്ലി കവറാണ്, ഗോസ് വെച്ചിട്ട് ലൂസ്ലി കവറാണ്. ഇതെന്ന് പറയുമ്പോൾ പേപ്പർ വെച്ചിട്ട് ടൈറ്റ്ലി കവേർഡ് ആയിട്ടുള്ളൊരു ഫ്ലാസ്കാണ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആഫ്റ്റർ സം ടൈം ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ മഗോട്ട്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. കാരണം എയറിൽ നിന്ന് ഈ ഫ്ലൈസ് എയർ വഴി ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഈ മീറ്റിൽ വന്നിട്ട് ലേ ഔട്ട് ചെയ്തിട്ട് ഇവിടെ മഗോട്ട്സ് ഡെവലപ്പ് ചെയ്യും. അതായത് ഫ്ലൈസിൻ്റെ ഓസ്പ്രിങ്സ് ആണ്, കുഞ്ഞുങ്ങളാണ് മഗോട്ട്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഗോസ് വെച്ചെടുത്താണേലും ഈ ഗോസിൻ്റെ ഇവിടോട്ട് ഈ ഫ്ലൈസ് വന്നിട്ട് എഗ്ഗ് ലേ ഔട്ട് ചെയ്ത് ഇവിടെയും മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ ടൈറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് മാഗോട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ സ്പോണ്ടേനിയസ് ജനറേഷൻ വെച്ചിട്ടാണെങ്കിൽ 3 ഇത് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഈ ടൈറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ സ്പോണ്ടേനിയസ് ജനറേഷൻ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഫ്രാൻസിസ്കോ റെഡി. ഫ്രാൻസിസ്കോ റെഡിയുടെ ഇത് എക്സ്പെരിമെൻ്റ് ഒക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ സ്പോണ്ടേനിയസ് ജനറേഷനെ സപ്പോർട്ട് ചെയ്ത ഒറ്റ ഒരാളാണ് ജോൺ നീതം എന്ന് പറയുന്നത്. ഹി വാസ് പ്രോബബിളി ദ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ ഓഫ് ദി തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. സ്പോണ്ടേനിയസ് ജനറേഷൻ സപ്പോർട്ട് ചെയ്ത ഏക ഒരു വ്യക്തിയാണ് ജോൺ നീതം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ he proposed that tiny organisms, the animalcules, arose spontaneously on his mutton gravy. ജാറിലായിട്ട് മട്ടൺ ഗ്രേവി എടുത്തു, അതിനെ ഒരു കോർക്ക് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു, അതിനുശേഷം ഹീറ്റ് ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും അവിടെ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് അദ്ദേഹം നോട്ടീസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ മട്ടണിലുള്ള ചില ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ് ഈ ഒരു ഫ്ലൈസ് അല്ലെങ്കിൽ ഇവിടെ ഈ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്തത്. അതായത് നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ലിവിങ് തിങ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Thus he support the theory of spontaneous generation proposed by the Aristotle. So he covered the flask with a cork as done by Reddy and even heated some flasks till the microbe appeared on the mutton broth. He concluded that organic matter in the mutton broth has ability to generate the organisms. അപ്പോൾ ജോൺ നീതം അരിസ്റ്റോട്ടിലിൻ്റെ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ അപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അദ്ദേഹം മട്ടൺ ഗ്രേവി അല്ലെങ്കിൽ മട്ടൺ ബ്രോത്ത് ഫ്ലാസ്കിലെടുത്തു, കോർക്ക് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓർഗാനിസം ഡെഡ് ആവുന്നതാണ്, പക്ഷെ സ്റ്റിൽ അവിടെ ചില ഓർഗാനിസംസ് സർവൈവ് ചെയ്തു.
അങ്ങനെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു എന്താണ്, ഈ മട്ടനിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന്. അങ്ങനെ ഈ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ജോൺ നീതം എന്ന് പറയുന്നത്. Then next, Lazzaro Spallanzani. എന്താണ് Lazzaro Spallanzani? He is an Italian priest ആണ്. He disapproved the theory of spontaneous generation. അപ്പോൾ ഇദ്ദേഹവും spontaneous generation എന്ന് പറയുന്ന ഈ ഒരു തിയറി ഡിസപ്രൂവ് ചെയ്ത ആളാണ്. He took water and seed in a flask and boiled it. The flask is closely covered. After some time, he observed no turbidity in the flask. When the same flask exposed to the air, microbial growth observed in it. Thus he disapproved the theory of spontaneous generation. Germs are carried into flask by air. Air must needed for the growth of organisms. അപ്പം ലസാരോ സ്പോളൻസാനി ഫ്രാൻസിസ്കോ റെഡിക്ക് ശേഷം തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസപ്രൂവ് ചെയ്ത ഒരാളാണ് ലസാരോ സ്പോളൻസാനി എന്ന് പറയുന്നത്. ലസാരോ സ്പോളൻസാനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഫ്ലാസ്ക് എടുത്തു. ഈ ഫ്ലാസ്കിൽ സീഡും വാട്ടറും എടുത്തു. അതിനെ കവർ ചെയ്തിട്ട് ഹീറ്റ് ചെയ്തു. കുറേ നേരം അത് കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു ഇതിനകത്ത് ടർബിഡിറ്റി ഒന്നും കണ്ടില്ല. അതായത് ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് ഒന്നും വിഷ്വലൈസ് ചെയ്തില്ല. ഈ സെയിം ഫ്ലാസ്ക് തന്നെ അദ്ദേഹം എന്താ ഓപ്പൺ ചെയ്തു. അതിൻ്റെ കവർ അല്ലെങ്കിൽ ആ ലിഡ് റിമൂവ് ചെയ്തിട്ട് കുറച്ച് നേരം എയറിൽ വെച്ചപ്പോൾ അവിടെ ടർബിഡിറ്റി ഉണ്ടായതായിട്ട് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം വന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, അടച്ചു വെച്ചിരുന്ന സമയത്ത്, അതായത് ഫ്ലാസ്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിരുന്ന സമയത്ത് കണ്ടാമിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടാമിനേഷൻ സംഭവിച്ചത്. അതായത് എയറിൽ നിന്നാണ് ഈ ഓർഗാനിസം ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെ കണ്ടാമിനേഷൻ നടന്നിട്ടുള്ളതെന്നും അതുപോലെ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിന് എയർ അത്യാവശ്യമാണ്. ഈ രണ്ട് കൺക്ലൂഷനാണ് ഈ ലസാരോ സ്പോളൻസാനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വഴി അദ്ദേഹം എന്തായിരുന്നു, സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞ തിയറി ഡിസപ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വരുന്നത് തിയോഡർ ഷ്വാൻ ആണ്. He also disapproved the theory of spontaneous generation. He disapproved the theory of spontaneous generation. He took sterile nutrient medium in tightly closed flask and passed air into the flask through the red hot tube. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, he took sterile nutrient medium. സ്റ്റെറൈൽ ന്യൂട്രിയൻ മീഡിയം ഒരു ഫ്ലാസ്കിൽ എടുത്തിട്ട് അതെന്താണ് ടൈറ്റ്ലി ക്ലോസ് എ ഫ്ലാസ്ക്. ഈ ഫ്ലാസ്കിനെ ക്ലോസ് ചെയ്തിട്ട് ഇതിലേക്ക് എയർ കടത്തി വിട്ടു. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, എയർ ഒരു ഫ്ലാസ്കിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അതിൽ കൂടി ഓർഗാനിസം എത്തിയിട്ട് അവിടെ സ്പോയിലേജ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റെറൈൽ ആയിട്ടുള്ള ന്യൂട്രിയൻ മീഡിയവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ എയർ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എയർ പാസ് ചെയ്യുന്ന ഒരു റെഡ് ഹോട്ട് ട്യൂബിൽ കൂടിയാണ്, അതായത് ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബിൽ കൂടിയാണ് എയർ കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്യൂബിൽ കൂടി എയർ പോകുമ്പോൾ ഈ ഹീറ്റ് മൂലം ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ ഡെഡ് ആവുകയും അതിനുള്ളിൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ടർബിഡിറ്റി ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. സോ ഹി ഡിസപ്രൂവ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഇപ്പോൾ എയർ കടത്തിവിടുന്ന സ്ഥിതിക്ക് അതിനകത്തുള്ള ന്യൂട്രിയൻ മീഡിയത്തിൽ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കടത്തിവിടുന്ന എയർ റെഡ് ഹോട്ട് ട്യൂബിൽ കൂടിയാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ എയർ എന്താ, സ്റ്റെറൈലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രെഡറിക് സ്ക്രോഡർ ആൻഡ് വോൺ ഡഷ് ആണ്. ഫ്രെഡറിക് സ്ക്രോഡർ ആൻഡ് വോൺ ഡഷ്. They oppose the theory of spontaneous generation. The air is passed through sterile cotton wool into sterile medium since there is no growth inside the flask because microbes are trapped by the cotton. അപ്പോൾ ഫ്രെഡറിക് സ്ക്രോഡറും വോൺ ഡഷും അവരും എന്താ ഈ ഒരു തിയറിനെ ഡിസപ്രൂവ് ചെയ്തവരായിരുന്നു. അവർ ഇതുപോലെ തന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള എയർ സ്റ്റെറൈൽ കോട്ടൺ വഴി സ്റ്റെറൈൽ മീഡിയത്തിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഒരു ഫ്ലാസ്ക് എടുത്തു. ഫ്ലാസ്കിൽ സ്റ്റെറൈൽ മീഡിയമാണ്. സ്റ്റെറൈൽ മീഡിയത്തിൻ്റെ മൗത്ത് പോർഷനിലായിട്ടൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടൺസ് ആണ് വെച്ചിരിക്കുന്നത് കവർ ചെയ്ത്. ഈ സ്റ്റെറൈൽ കോട്ടണിൽ കൂടെ സ്റ്റെറൈൽ എയർ പാസ് ചെയ്യും. അപ്പോൾ എയറിൽ എന്തെങ്കിലും ഒരു ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് ഈ കോട്ടണിൽ വന്നിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തോളും. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള എയർ ആണ് ഫ്ലാസ്കിനുള്ളിലേക്ക് എത്തുന്നത്. സോ അവിടെ ടർബിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനെ അവരും എന്താണ് ഈ ഒരു തിയറീനെ ഡിസപ്രൂവ് ചെയ്തു. സോ ഇതാണ് മെയിനായിട്ടും ട്രാൻസിഷൻ സ്റ്റേജിൽ നടന്നിട്ടുള്ളത്. സോ മൈക്രോബയോളജിയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഫസ്റ്റ് ആൻ്റണി വാൻ ലൂവിൻഹോക്ക് മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചു, അതുപോലെ ബാക്ടീരിയയും ഡിസ്കവർ ചെയ്തു. ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫ്രാൻസിസ്കോ റെഡ്ഡി ആയിരുന്നു. ഫ്രാൻസിസ്കോ റെഡ്ഡി ഡിസപ്രൂവ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ
എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഒരു കഥ പോലെ ഓർത്ത് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ജോൺ നീഡമാണ്. ജോൺ നീഡം അരിസ്റ്റോട്ടിലിനെ സ്പോണ്ടേനിയസ് ജനറേഷനെ സപ്പോർട്ട് ചെയ്തു. ദെൻ ലസാരോസ് പോളൻസാനി ഓൾസോ disapprove the theory of spontaneous generation. അത് കഴിഞ്ഞിട്ട് തിയോഡർ ഷ്വാന്, ദെൻ ഫ്രെഡറിക് സ്ക്രോഡർ ആൻഡ് വോൺ ഡഷ്, ഇവരെല്ലാം എന്താണ് ഈ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ ഡിസപ്രൂവ് ചെയ്തവരായിരുന്നു. ഇനി അടുത്തത് മൈക്രോബയോളജിയുടെ ഗോൾഡൻ ഏജ് ആണ്, അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് ഓഫ് മൈക്രോബയോളജി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കുറച്ച് ഡിസ്കവറീസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനായിട്ട് നോക്കാം. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.